ഈയിടയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയുണ്ടായി. അപ്പോൾ അവിടെ താമസിക്കുന്ന ഒരു പിന്നെ ഒരു ഗസ്റ്റ് ഹൗസ് പോലൊരു സംവിധാനം. അപ്പോൾ പുലർച്ചെ ഒരു 6 മണിയൊക്കെ ആയപ്പം എണീറ്റ് അയൽവക്കത്തുള്ള ഒരു ചായക്കട തപ്പി നടന്നതാണ്. അവിടെ ചെന്നപ്പോൾ വനിതകൾ നടത്തുന്ന ഒരു ചായക്കടയാണ്. വെരി ഗുഡ്. അവിടെ ചെന്നു. ഒരു കട്ടൻ കാപ്പി വേണം. 6 മണി 6:30 ആയതേ ഉള്ളൂ. അപ്പോൾ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തെന്തോ വറവലും പൊരിയലും. ഇത്ര രാവിലെ ഈ വറക്കലും പൊരിക്കലും എന്താണ് എന്ന് അതിശയം തോന്നി. എന്തോ വറുത്ത് കോരിയിടുന്നു. അപ്പോൾ പിന്നെ ഞാനൊന്ന് ചോദിച്ചു, എന്താണ് ഈ വറുത്തെടുക്കുന്നത്? അപ്പോൾ പറയുകയാണ്, പൂരിയാണ് വറുത്തെടുക്കുന്നത്. രാവിലെ 6 മണി 6:30 ആയപ്പോഴത്തേക്ക്. പൂരിയും മസാലയും നല്ലൊരു സാധനമാണ്, നല്ലൊരു ഭക്ഷണമാണ്. പക്ഷേ ഈ മലയാളി എന്തിനാണ് ഈ അതിരാവിലെ പൂരിയും ബാജിയും ഒക്കെ കഴിക്കുന്നത്, അല്ലെങ്കിൽ പൊറോട്ടയും ഇറച്ചിയും ഒക്കെ കഴിക്കുന്നത്? വേറൊരു പണിയുമില്ലേ? എത്രയോ നല്ല ഭക്ഷണമാണ് നമുക്കുള്ളത്. അപ്പമുണ്ട്, പിന്നെ ദോശയുണ്ട്, ഇഡ്ഡലിയുണ്ട്. അതിൽ ഇഡ്ഡലിയും പിന്നെ ദോശയുമാണ് ഏറ്റവും അനുയോജ്യം. കാരണം അതിൽ കുറച്ച് പിന്നെ അപ്പത്തേക്കാൾ കൂടുതൽ ഗുണങ്ങളുള്ളത്, പിന്നെ കൂടുതൽ ദോഷങ്ങൾ കുറവുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം ഉള്ളപ്പോൾ നമ്മളെന്തിനാണ് ഇങ്ങനെയുള്ള ഈ പൂരി അല്ലെങ്കിൽ അതുപോലെ പൊറോട്ട അതുപോലെയുള്ള കൃത്രിമ ഭക്ഷണങ്ങൾക്ക് വേണ്ടി പോകുന്നത്? അപ്പോൾ ആ എളുപ്പമായിരിക്കും. ഒരുപക്ഷെ പൂരി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മതി, എളുപ്പമുണ്ട്. ആ എളുപ്പത്തിൽ അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ബാജിയും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആളുകൾ വരുന്നു, കുളിക്കുന്നു, സൗകര്യം പോലെ. അപ്പോൾ ഈ പൂരി നമുക്കറിയാം, വറുത്തെടുക്കുന്നത് ഒരു സെറ്റ് വറുത്തു, പിന്നെ അടുത്തതും വറുത്തു, അതേ എണ്ണയിൽ തന്നെ. അങ്ങനെ പല സെറ്റുകൾ വറുത്തു. അങ്ങനെ പല തവണ ചൂടാക്കിയും പിന്നെ തിളപ്പിച്ചും ഒക്കെ വരുന്ന എണ്ണയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവ പലപ്പോഴും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഈ പൂരിയൊക്കെ പലപ്പോഴും ഒന്ന് പിടിഞ്ഞു നോക്കിയാൽ മതി, എണ്ണ എത്രമാത്രം അതിലുണ്ടാവുമെന്ന് തണുത്തൊക്കെ കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നത്. എന്തിനാണ് ഈ മാറ്റം വന്നതെന്ന്, എങ്ങനെയാണ് ഈ മാറ്റം വന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ അതിരാവിലെ ചിക്കനോ അല്ലെങ്കിൽ മട്ടണോ പിന്നെ ബീഫോ ഒക്കെ കഴിക്കേണ്ട ഒരു അവസ്ഥ വരിക. ഏറ്റവും ലളിതമായ ഭക്ഷണശൈലി ഉള്ളപ്പോൾ, അതുണ്ടായിരുന്ന കാലത്ത് പിന്നെ നമുക്ക് ഈ ഡയബറ്റിസും അതുപോലുള്ള കുന്തനാണ്ടങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഇന്നിപ്പം അതില്ലാത്ത ആളുകളില്ല. നമ്മുടെ ജനറ്റിക്സ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതശൈലി മറ്റൊരു കാര്യമാണ്. അപ്പോൾ ആ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ. ഇപ്പം പൂരി കഴിക്കരുതെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാനായിട്ടുള്ള എന്തെങ്കിലും ഒരു അവകാശമുണ്ടോ? ഇല്ല. പൂരി ഉണ്ടാക്കരുതെന്ന് പറയാൻ പറ്റുമോ? പിന്നെ അതും പറ്റില്ല. ഇത് നല്ലൊരു ഭക്ഷണം തന്നെ. അത് അസമയത്ത് അതിരാവിലെ കഴിക്കുന്നത്, വേറെ എവിടെയെങ്കിലും അതുപോലെ അതിരാവിലെ മറ്റ് സ്റ്റേറ്റുകളിൽ അങ്ങനെ കഴിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടാവും. പക്ഷേ ദക്ഷിണേന്ത്യയിലൊക്കെ ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇഡ്ഡലി. അത് ഏറ്റവും ഹാർംലെസ് ആയിട്ടുള്ളൊരു ഭക്ഷണമായിട്ടാണ് തോന്നുന്നത്. സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. ഈ പിന്നെ അരിയും ഉഴുന്നും അരച്ചെടുക്കുന്നു, അത് സ്റ്റീം ചെയ്തെടുക്കുന്നു. ഏറ്റവും ഹാർംലെസ് ആയിട്ടുള്ളൊരു ഭക്ഷണം. അതിൻ്റെ കൂടെ ഇത്തിരി ചട്നിയോ സാമ്പാറോ ഉണ്ടെങ്കിൽ, സാമ്പാറാവും നാനാവിധ ഗുണങ്ങളുള്ള സാധനം. ഇത് കഴിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ദോശ, അതും അങ്ങനെ തന്നെ. പിന്നെ അങ്ങനെയുള്ള ഇതിന് പകരം ആണ് ഈ കൃത്രിമമായ ഭക്ഷണങ്ങൾ, അതിലേക്ക് നമ്മൾ പോകുന്നത് ഇത്ര പുലർച്ചെ തന്നെ. അപ്പോൾ നമ്മുടെ ആ ടേസ്റ്റിന് ഇത്രയൊക്കെ ഒരു മാറ്റം വന്നുപോയോ? ഇത്രയൊക്കെ മാറ്റം വരാനായിട്ടുള്ള കാരണങ്ങൾ എന്താണ്? ഇപ്പം നമ്മൾ പണ്ട് കാലത്ത് ഇങ്ങനെ കഴിച്ചിരുന്നു, പണ്ട് കാലത്ത് കഞ്ഞി കുടിച്ചിരുന്നു, അതുകൊണ്ട് ഇന്നും കഞ്ഞി കുടിക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ അത് ഗുണകരമാണോ, അതുകൊണ്ട് കൂടുതൽ ദോഷങ്ങളുണ്ടാകുമോ എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. ഇപ്പം പൂരിയും ബാജിയും നല്ലൊരു ഭക്ഷണമായിരിക്കും. ഈ പൂരി വറുത്തെടുക്കുന്നു എന്നുള്ള ഒരു ദോഷം മാത്രമാണ് അതിൽ കാണുന്നത്. പക്ഷേ നമ്മുടെ ആ സംസ്കാരം മാറിപ്പോകുന്നത്, നമ്മുടെ ആ ചിന്താഗതിയൊക്കെ മാറിപ്പോകുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നാളാകെ ഈ ഡയബറ്റീസും അതുപോലുള്ള രോഗങ്ങളെല്ലാം കാണുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു ജനറ്റിക്കൽ സെറ്റപ്പാണ് നമുക്കുള്ളത്. ഈ ഹാർട്ട് അറ്റാക്കും, കാരണം നമ്മുടെ രക്തക്കുഴലുകളൊക്കെ ചെറുതും. പിന്നെ അമേരിക്കയിലൊക്കെ ഏറ്റവും പറഞ്ഞ സൗത്ത് ഏഷ്യൻസാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകൾ. കാരണം അവരുടെ ആ രക്തക്കുഴലുകളൊക്കെ ചെറുതാണ്. അപ്പോൾ അങ്ങനെ രക്തം പ്രവഹിക്കാനൊക്കെയുള്ള തടസ്സങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകുന്നു. അത് ആ ജനറ്റിക് പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെ കൂടുതൽ വഷളാക്കുന്നതാണ് ഇത്തരം ഭക്ഷണങ്ങൾ, നമ്മുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങൾ. പക്ഷേ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും നമ്മളാരും ചിന്തിക്കാറോ നമ്മളാരും പറയാറോ ഇല്ല. ഇപ്പം പൂരി തിന്നുന്നതും സൗകര്യമുള്ളതും പൂരി തിന്നട്ടെ, ഇഷ്ടമില്ലാത്തതും തിന്നണ്ട എന്ന് പറയുന്നവരെ ചിന്താഗതിയാണ് നമുക്കുള്ളത്. പക്ഷെ അതിന് പകരം ഈ ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കണം. ഇന്നതൊക്കെയാണ് ആരോഗ്യം, രാവിലെ കഴിക്കാൻ ഏറ്റവും പറ്റിയത് ഇന്നതൊക്കെയാണ് എന്നൊരു ചിന്താഗതി ഒരു മാറി ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്
കേരളത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അത് തോന്നുന്ന നിർദോഷമായ ഒരു കാര്യമാണ്. നമ്മളെന്തിനാണ് ഇതിനെപ്പറ്റി ഇത്ര ആലോചിക്കുന്നത്, ഇത്ര വറീഡാവുന്നത് എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ അങ്ങനെയല്ല. ഈ ചെറിയ കാര്യങ്ങളിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ദീർഘകാലത്തേക്കുള്ള നേട്ടങ്ങൾക്ക് വഴിതെളിക്കുമെന്നാണ് തോന്നിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കൂടുതൽ അധ്വാനം വേണ്ട ആളുകൾക്ക് രാവിലെ ഇഡ്ഡലിയും ദോശയൊന്നും കഴിച്ചാൽ പോരായിരിക്കും. അവർക്ക് കുറച്ചുകൂടെ കട്ടിയായ ഭക്ഷണമൊക്കെ കഴിച്ചാലേ അവർക്ക് അന്നത്തെ ദിവസം മുഴുവൻ ജോലി ചെയ്യാനുള്ള എനർജി കിട്ടുകയുള്ളൂ, അതിനൊക്കെ പ്രോട്ടീൻ കിട്ടുകയുള്ളൂ. ഓഫ് കോഴ്സ് അത് ആവശ്യമുള്ളവർ അങ്ങനെയും ആവാം. പക്ഷേ എന്തായാലും ഈ വറവലും പൊരിയലും അത് അത്ര ഗുണകരമല്ല എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്, വിവരമുള്ളവർ പറയുന്നത്. അപ്പോൾ അത് നമ്മളിത് രാവിലെ തന്നെ വറക്കാനും പൊരിക്കാനും ഒക്കെ പോകണോ എന്നൊന്ന് ആലോചിക്കേണ്ട ഒരു സമയം ആയിരിക്കുന്നു എന്ന് തോന്നുന്നു.